വയനാട്ടിലെ ഏറ്റവും ഉയരമുള്ള മല അതാണ് അമ്പൂത്തി മല. അമ്പൂത്തി മലയിലുള്ളൊരു ഗുഹയാണ് എടക്കൽ കേവ്. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോണേ. ഹലോ. ഹായ്. ഹലോ. Maybe this is our first vlog. മേബി അല്ല. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ലോഗായിരിക്കും. ആദ്യത്തേതും അവസാനത്തേതും. കുറച്ച് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞങ്ങ് നടന്നു തുടങ്ങിയതാണ്. ശരിക്കും 1.5 കിലോമീറ്റർ അടുത്ത് നമുക്ക് നടന്നാണ് നമ്മൾ എടക്കൽ കേവിൻ്റെ ടോപ്പിലോട്ട് എത്തുന്നത്. അങ്ങനെ നടന്നു പോകുമ്പം സൈഡിലൊക്കെ നമുക്ക് നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. എടക്കൽ കേവിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു പാസ് ഉണ്ട്, ഒരു ടിക്കറ്റ് എടുക്കണം നമ്മളവിടെ. അപ്പം പക്ഷേ അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ജീപ്പ് എടുക്കത്തില്ലായിരുന്നു, നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കണം. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലായിരുന്നു. അതായിട്ട് പിന്നെ അവിടെ ഉള്ളൊരു ചേട്ടൻ്റെ കയ്യിൽ അവർക്ക് ജീപ്പേ ചെയ്ത് കൊടുത്ത് അങ്ങനെ ക്യാഷ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സ്റ്റിക്കർ തരും, ഒരു 20 രൂപയുടെ. ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. തിരിച്ച് വരുമ്പം ആ സ്റ്റിക്കറും കുപ്പിയും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു തരും. അങ്ങനെ നമ്മൾ പിന്നെയും മല കയറിക്കൊണ്ടേയിരുന്നു. പക്ഷെ പോണ വഴിയൊക്കെ അടിപൊളി കേട്ടോ, നല്ല എൻഗേജിങ് ആയിട്ടാണ് പോണത്. മീൻസ് ഇപ്പോൾ കമ്പനി എല്ലാവരും കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് പോയിട്ട് വരാനൊക്കെ. 500 മീറ്റർ ഏകദേശം ഒരു പകുതി സ്ഥലം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ പകുതി സ്ഥലം കൊണ്ട് മനസ്സിലായത് നല്ല കുത്തനുള്ള കയറ്റാണ്. അജയുടെ ഇങ്ങനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പക്ഷെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോ ഈ തൊപ്പി കൊള്ളിയില്ല. ജോർജ് നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ട്, അതാണ് നമ്മുടെ ജോർജ്. ഇവിടെ വന്നിട്ട് നീ റിലാക്സ്ഡ് ആയോ? അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അജയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അജയ് ഒരു ഹായ് പറയൂ. അജയ്ക്ക് മടിയാണ് ഗൈസ്. അജയ്ക്ക് നാണമാണ്. ഇവിടെ അതർ ടൂറിസ്റ്റ് ആൾക്കാർ വന്നുകൊണ്ട് എനിക്ക് പറയാൻ നാണമാണ് ഗൈസ്. ശരിക്കും ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ താമസിച്ചു എന്ന് പറയാനായാൽ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വേറെ ഉദ്ദേശിച്ച് ഇവിടെ നമ്മള് മുനിമാരൊക്കെ വന്നിങ്ങനെ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം അത്രയും കാമായിട്ടുള്ള ഒരു നമുക്ക് ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിന് മുമ്പുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള ട്രക്കിങ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ എങ്കിൽ നല്ല എൻഗേജിങ് ആയിട്ട് ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് ടോപ്പിലെത്തി കഴിയുമ്പോൾ അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, അത് അടിപൊളി. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഗുഹയിലോട്ട് ഇറങ്ങണത്. അവിടെ ഇങ്ങനെ ഒത്തിരി സൗണ്ടൊന്നും വെക്കരുത്, ഇങ്ങനെ ബഹളമൊന്നും വെക്കലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗുഹയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചുറ്റും നോക്കുമ്പോൾ ഈ പാറയിലൊക്കെ ഗുഹാചിത്രങ്ങൾ കാണും. ആ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക്. അതായത് പണ്ട് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ പണ്ടുള്ളവരിങ്ങനെ ചക്രം വരച്ചിട്ടുണ്ട്, രൂപം വരച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മളത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു മൊമെൻറ്റ്സ് ഇല്ല, അത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാണ് മനുഷ്യൻ്റെ ആണ്, ഇത് ചക്രമാണ്, അങ്ങനെ കൂടെ ഉള്ളവരൊക്കെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്തപ്പോൾ വ്ളോഗ് ചെയ്യാനൊന്നും അല്ലായിരുന്നു, ചുമ്മാ അന്ന് പോയപ്പോൾ രസത്തിന് ക്യാമറയിൽ എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്സുകളൊക്കെ ചേർത്തുണ്ടാക്കിയൊരു വീഡിയോയാണ്. ഓക്കെ, എനിവേ ഇതുവരെ കണ്ടതിന് താങ്ക് യു.